ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻ ട്രേഡർ എങ്ങനെയാണ് മൊബൈൽ ആക്സസ് ചെയ്യാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് വിൻഡോസ് ആപ്പ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ ആക്കി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ആ ലോഗിൻ ഡീറ്റെയിൽസ് ചോദിക്കും. ആ ലോഗിൻ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യും. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡെമോ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം സ്കിപ്പ് അടിക്കുക. പിന്നെ 3 ഓപ്ഷൻ കാണിക്കാൻ. അത് PC കണക്ഷൻ ലാസ്റ്റ് വൺ നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ. അതിപ്പോൾ PC നെയിമോ അപ്പോൾ PC നെയിം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഡെമോ IPയിൽ ലോഗിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുന്ന് തരുന്ന ലോഗിൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അതിനുശേഷം ആസ്ക് വെൻ റിക്കോർഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് യൂസർ അക്കൗണ്ട് കൊടുക്കുക. അതും ഞാൻ എൻ്റെ ഒരു ഡെമോ IDയും പാസ്വേഡാണ് ഇവിടെ കൊടുക്കുന്നത്. എല്ലാം സ്മോൾ ലെറ്ററിലാണ്. IDയും പാസ്വേഡിന് ശേഷം നമ്മളത് സേവിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് സേവ് ആവും. എന്നിട്ട് 2 സേവ് ഉണ്ട്. ഇപ്പോൾ ഒരു താഴെ ഒരു സേവ് കാണിക്കുന്നുണ്ട്, മേളിലൊരു സേവ് ഉണ്ട്, കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നുണ്ട്. മുമ്പായിട്ട് നമ്മൾ റൊട്ടേഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യണേ. എന്നാലും നമുക്ക് ഫുൾ സ്ക്രീനിൽ അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓൾറെഡി എൻ്റെത് റൊട്ടേഷൻ മോഡിൽ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു IPയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെവർ ആസ്കിൽ ടിക്ക് കൊടുത്തിട്ട് കണക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഡെസ്ക്ടോപ്പ് വ്യൂ പോലെ വരുവേ. അപ്പോൾ ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് പല ഐക്കൺസ് കാണാൻ പറ്റും. അതിനകത്ത് ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന കൈറ്റ് 4X എന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ മൗസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തില്ല. അതുപോലെ തന്നെ മൗസിൻ്റെ പുറത്ത് തന്നെ നമ്മൾ കൈ വെക്കണമെന്നില്ല. നമ്മുടെ ഫിംഗർ എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യിച്ചാൽ മതി കേട്ടോ. അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് അവിടെ സെലക്ട് ചെയ്യുക. ഏതാ വേണ്ടത് അവിടെ ആ ഒരു പർട്ടിക്കുലർ ഐക്കൺ സെലക്ട് ചെയ്ത ശേഷം ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ സോഫ്റ്റ് ഓപ്പൺ ആകും. ബാക്കിയെല്ലാം നമ്മുടെ സിസ്റ്റത്തിലെ പോലെ തന്നെയാണ് കേട്ടോ. സൗണ്ട് ഉൾപ്പെടെ എല്ലാം കേൾക്കാനും പറ്റും. അലേർട്ടിൻ്റെ സൗണ്ട് ഉൾപ്പെടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാനിപ്പോൾ ആഡ് ചെയ്യാം. നമുക്ക് മാർക്കറ്റ് വാച്ചിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇവിടെയെന്ന് വെച്ചാൽ മൗസ് അവിടെ കൊണ്ടുവരണം. എന്നിട്ട് ലോങ് പ്രസ്, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ലോങ്, അതായത് ചൂണ്ടി വിരൽ കൊണ്ട് ലോങ് ആയിട്ടൊന്ന് പ്രസ് കൊടുക്കുക മൊബൈലിൽ. അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ വരും. അവിടെ നമുക്ക് സിമ്പിൾസിൽ പോവാം. സിമ്പിൾസിൽ പോകുമ്പോൾ നമുക്ക് വേണ്ട ഏതാണ് ഹെഡിങ് പേജ് അതിനകത്തുണ്ട്. അതിൽ നിന്ന് ഏതാണ് നമുക്ക് വേണ്ടത് സെലക്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിക്കാം. NSE ക്യാഷിൻ്റെ അവിടെ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ACC സെലക്ട് ചെയ്യുക. ഞാൻ ACC സെലക്ട് ചെയ്ത് കാണിക്കാം. ഷോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ അവിടെ ഒരു യെല്ലോ കളർ വന്നില്ല. ദാറ്റ് മീൻസ് നമ്മുടെ മാർക്കറ്റ് വാച്ചിലോട്ട് ആഡായി. ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ചാർട്ട് വിൻഡോയിലോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്. എക്സാമ്പിൾ ഞാനിപ്പം ഏതെങ്കിലും ഒരു ചാർട്ട് XIUSD ആഡ് ചെയ്ത് കാണിക്കാം. അത് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, അതായത് ലോങ് പ്രസ് കൊടുക്കുമ്പോൾ റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ. ദെൻ ചാർട്ട് വിൻഡോ കേട്ടോ. നമുക്ക് ചാർട്ടല്ലേ വേണ്ട. അപ്പോൾ ചാർട്ട് വിൻഡോ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ടൈമും ടെംപ്ലേറ്റും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. 5 മിനിറ്റ് ഇട്ട് ദെൻ ടെംപ്ലേറ്റ് അവിടെ നിന്ന് 8.1 അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ ചാർട്ട് വന്നത് കണ്ടോ. ഈ 2 ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും കിട്ടും കേട്ടോ. നമ്മുടെ ഈ ടൈം ഫ്രെയിമും ടെംപ്ലേറ്റിൻ്റെ ഓപ്ഷൻസൊക്കെ ചാർട്ട് വിൻഡോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ഈ 2 ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത്. നമ്മൾ എന്നിട്ട് ഇത് മിനിമൈസ് ഇട്ട് വെച്ചാൽ മതി. അതായത് നമുക്ക് വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഐക്കൺ കണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. ഹോം ബട്ടൺ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് മിനിമൈസ് ആയിട്ട് നമ്മുടെ മൊബൈൽ അങ്ങനെ കിടന്നോളും. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യാം. എഗെയിൻ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ PC കണക്ഷൻ അവിടെ ഇല്ലേ, അതൊന്ന് ആ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. നേരെ ഇത് കയറി ഓപ്പൺ ആയിക്കോളും. സിമ്പിളാണ്. പിന്നെ ഇത് ഏതെങ്കിലും എക്സ്ട്രാ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ. ബാക്കിയെല്ലാം സെയിം പ്രോസസ്സ്. ടൈം ഫ്രെയിം ഏത് ടൈം ഫ്രെയിമാണോ, 1 hour ആണോ 5 minute ആണോ വേണ്ടത്, ടെംപ്ലേറ്റ് എടുക്കുക. 8.1 8.1 സെലക്ട് ചെയ്യുക. താഴോട്ട് വരും കേട്ടോ. താഴെ സേവ് നമ്മൾ ആഡ് ചെയ്യുന്നത് ടൈം ഫ്രെയിമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യാം. ടൈം ഫ്രെയിം ഓപ്ഷൻസ് ആ 2 സൈഡിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തോട്ട് നോക്കിയാൽ XIUSD ക്രൂഡ് ഓയിലും താഴെ ആഡ് ആയിരിക്കുന്നുണ്ടോ. ഇപ്പോൾ എനിക്കിപ്പം ഗോൾഡ് കാണണം. നമ്മൾ ഗോൾഡിൻ്റെ അവിടെ മാറ്റി ക്ലിക്ക് ചെയ്യുക. കണ്ടോ, വളരെ ഈസിയാണ് ഇത്. മൊബൈലിനകത്ത് അങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യണമെങ്കിൽ മിനിമൈസ് ചെയ്ത് ഇങ്ങനെ കിടന്നോളും.